സുമേഷേ, സ്വർണം വാങ്ങാൻ പോകുന്നതിന് മുൻപ് എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. സാധനം കയ്യിൽ കിട്ടിയിട്ട് പിന്നെ തർക്കം ഉണ്ടാവാതിരിക്കാനാ ഇപ്പോഴേ പറയുന്നേ. എന്താ? ആകെ ഉള്ളത് 60 പവന. അതില് ഒരു തരി പൊന്നു പോലും ഞാൻ വേറെ ആർക്കും കൊടുക്കില്ല. എന്റെ അമ്മയെ എല്ലാരും കൂടി പറ്റിച്ചത് ഓർമ്മയുണ്ടല്ലോ. വേറെ ആർക്കും സ്വർണം കൊടുക്കണമെന്ന് പറഞ്ഞില്ലല്ലോ. ആകാശിന്റെ അഖിലയുടെയും ധർമ്മ കല്യാണത്തിന്റെ അന്ന് ആ സ്വർണം മുഴുവൻ അണിഞ്ഞോണ്ട് വേണം എനിക്ക് നിൽക്കാൻ. അതെന്റെ വാശിയ. നിനക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്തോ? തീർന്നില്ലേ പ്രശ്നം? തീർന്നില്ല. നമ്മൾ 3 പേരും കൂടി ഇവിടുന്ന് ഇറങ്ങുന്നു. അമൃതയും ചന്ദ്രൻ അങ്കിളും കൂടി സ്വർണമായിട്ട് ബസ് സ്റ്റോപ്പിൽ വരും. സ്വർണം കയ്യിൽ മേടിക്കുന്നത് ഞാനായിരിക്കും. നീ വാങ്ങിച്ചോ? ഈ കാര്യത്തിൽ ആന്റി എനിക്ക് തീരെ വിശ്വാസമില്ല. സ്വർണം കൈ കിട്ടുമ്പോ അവരുടെ സ്വഭാവം മാറിയല്ലോ. എന്റെ ദിവ്യയെ, നിനക്കത് തരാൻ വേണ്ടിയല്ലേ അമ്മ ഈ അക്രമമൊക്കെ കാണിച്ചത്? ആ 60 പവൻ നിന്നെ ഏൽപ്പിച്ച എല്ലാ ബാധ്യതയും തീർന്നല്ലോ എന്നൊരാശ്വാസത്തിലാ അമ്മ. 60 പവനാ? അത് കൈ കിട്ടുമ്പോ പറഞ്ഞതൊക്കെ അങ്ങ് മറന്നെന്നിരിക്കും. മറക്കോടി. 60 പവനും ഒറ്റയ്ക്ക് വിഴുങ്ങാന്ന നിന്റെ അത്യാഗ്രഹം ഞാൻ ഇന്ന് തീർത്തു തരാം. തിരിച്ചു വരുന്ന വഴി ബാങ്കിൽ കയറി എന്റെ ലോക്കറിൽ വയ്ക്കണ ആഭരണങ്ങൾ. അത് കഴിഞ്ഞാ എനിക്ക് ഇഷ്ടമുള്ളപ്പോ പോയി എടുക്കാലോ. എന്തായാലും സ്വർണ്ണ ഇങ്ങോട്ട് കൊണ്ടുവരുന്ന പ്രശ്നമില്ല. അവർക്ക് എപ്പോഴാ ഒരു അതിമോഹം തോന്നുന്നേന്ന് പറയാൻ പറ്റില്ലല്ലോ. നിന്നെ കൊണ്ട് ഞാൻ ലോക്കറിൽ വെപ്പിക്കാം. മോളെ ദിവ്യേ, അമൃത വിളിച്ചു. അവർക്കേ രാവിലെ ഇറങ്ങാൻ എന്തോ ബുദ്ധിമുട്ടുണ്ടെന്ന്. 1 മണിക്കൂർ വൈകൂന്ന് പറഞ്ഞു. എന്താ കാര്യം? ഹോട്ടലിൽ എന്തോ പണിക്ക് പുറത്തുനിന്ന് ആരോ വന്നിട്ടുണ്ട്. 1 മണിക്കൂറിൽ പണി തീരും, അത് കഴിഞ്ഞ് വരാന്ന്. ഒരു കാര്യം പറഞ്ഞ സമയം പാലിക്കാൻ അറിയില്ലെന്ന് പറഞ്ഞ ഇനി എന്തെങ്കിലും തരികിട കാണിക്കാനാണോ പരിപാടി? ഏയ്, അങ്ങനെ തരികിട കാണിക്കാനാണെങ്കിൽ വിളിച്ചു പറയൂ. ഇത് ശരിക്കും എന്തെങ്കിലും കാര്യമായിരിക്കും. സാരമില്ല, 1 മണിക്കൂറത്തെ കാര്യമല്ലേ ഉള്ളൂ, പോട്ടെ. എന്തായാലും സ്വർണം തരുമല്ലോ. 60 പവൻ സ്വർണം കിട്ടാൻ 1 മണിക്കൂർ കാത്തിരിക്കുന്നതിൽ എന്താ ബുദ്ധിമുട്ട്? അതുകൊണ്ടല്ല. ഇപ്പോഴാണെങ്കിൽ അച്ഛനും ആകാശവും ഇവിടെ ഇല്ല. ഇപ്പൊ പോകുന്നതായിരുന്നു നല്ലത്. അല്ലെങ്കിൽ പിന്നെ 100,000 ചോദ്യങ്ങളായിരിക്കും. 3 പേരും കൂടി എവിടെ പോകുന്നു, എന്തിനു പോകുന്നു എന്നൊക്കെ. 3 പേരും കൂടി അല്ലല്ലോ പോകുന്നത്, ഞാൻ ഒറ്റയ്ക്കല്ലേ. അപ്പൊ 1 മണിക്കൂറും കൂടി കാത്തിരിക്കണോ അല്ലേ? എനിക്ക് നല്ല തലവേദന. ഞാൻ കുറച്ചു നേരം ഒന്ന് കിടക്കട്ടെ. 1 മണിക്കൂർ കഴിഞ്ഞ് വിളിച്ചാ മതിയേ. അല്ല, ഇത്രയും നാളും കാത്തിരുന്നില്ലേ? ഇനിയൊരു 2 മണിക്കൂർ കാത്തിരിക്കാനാണോ പാട്? പക്ഷെ ഇങ്ങനെ കാത്തിരിക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. എനിക്കും. പക്ഷേ കാത്തിരിക്കേണ്ടി വന്നാ കാത്തിരുന്നല്ലേ പറ്റൂ. ഞാൻ തന്നെ കാത്തിരിപ്പ് തുടങ്ങിയിട്ട് എത്ര നാളായി. ആ കാത്തിരിപ്പും ഇന്ന് തീരുവാണല്ലോ. മനസ്സിലായില്ല. ഇതിലെന്താ ഇത്ര മനസ്സിലാക്കാനുള്ളത്? നിന്റെ 60 പവൻ കയ്യിൽ കിട്ടുന്ന ദിവസം നമ്മൾ നമ്മുടെ വ്രതം അവസാനിപ്പിക്കുമെന്ന് വാക്ക് പറഞ്ഞതല്ലേ? 1 മണിക്കൂർ കൂടി കഴിഞ്ഞാ സ്വർണം നിന്റെ കയ്യിൽ കിട്ടുന്നു. അത് കഴിഞ്ഞാ നമ്മൾ വ്രതം മുറിക്കുന്നു. ഈ ഒരൊറ്റ ചിന്തയും കൊണ്ട് നടന്നോ? ചുമ്മാതല്ല എന്ത് ചെയ്തിട്ടും ഗതി പിടിക്കാത്ത. അതെന്താ ദിവ്യ അങ്ങനെ പറഞ്ഞത്? ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റ്? കല്യാണം കഴിഞ്ഞ് ഇത്രയും നാളായില്ലേ? ഇതുവരെ ഞാൻ ക്ഷമിച്ച് കാത്തിരുന്നത് ഈ ഒരു ദിവസത്തിന് വേണ്ടിയല്ലേ? ആദ്യം സ്വർണം കൈ കിട്ടട്ടെ, അത് കഴിഞ്ഞ് ആലോചിക്കാൻ ബാക്കി. ആലോചിക്കാന്നോ? അപ്പൊ ഇന്നും ഇല്ലേ?
ചേച്ചി, അമൃതേച്ചി, ചേച്ചി. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.